മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഒരു കാര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ കാശ് കൊടുത്ത് മതം മാറ്റിയ അന്നത്തെ പാകിസ്ഥാൻവാദികളും അതിനെ എതിർത്ത മൗലാന അബ്ദുൽ കലാം ആസാദും ആ ആസാദ് എന്ന് മഹാത്മാഗാന്ധിയുടെ മോനായ ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയോട് പറയുകയുണ്ടായി, മോനെ നിന്നെ കാശ് എന്ന് മതം മാറ്റാൻ ശ്രമിക്കുന്നവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന്. ഈ ചാനലിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരോടും ഈ ദേശത്തെ നമ്മുടെ സെക്കുലറായ എല്ലാ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനികളോടും എനിക്ക് പറയാനുള്ളത്, ഇത്തരം ആരോപണങ്ങളെ ഉപയോഗിച്ച് ഏതെങ്കിലും ചില വിഭാഗത്തിന്റെ നേതാക്കന്മാരെയും ആത്മീയ ഗുരുക്കന്മാരെയും കരിവാരി തേക്കുന്നവർ നാളെ നിങ്ങളുടെയും വേറെ ആൾക്കാരുടെയും കരിവാരി തേക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. അവർ ഈ രാജ്യത്തിന്റെ ആത്മീയതയും സാമൂഹിക പശ്ചാത്തലങ്ങളെയും തകർക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇതിൽ സത്യമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, പുറത്തു വരട്ടെ. പക്ഷെ അതിന്റെ മേലൊരു ക്യാമ്പയിൻ ഉണ്ടാക്കുന്നതും ഏകപക്ഷീയമായ വാർത്തയും ചർച്ചയും കൊണ്ടുപോകുന്നത് ശരിയാണോ? നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് ചോദിച്ചാൽ ഉത്തരം. ഹരിലാലിനെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ മുസ്ലിം വർഗീയവാദികൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് രാഹുൽ ഈശ്വർ പറയുകയുണ്ടായി. ഇത് പൂർണ്ണമായും ശരിയാണ്. ഞാൻ പഠിക്കാൻ ശ്രമിച്ചൊരു സംഗതിയാണ്. ഇതിൽ എനിക്ക് അദ്ദേഹത്തിനോട് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ പ്രശ്നം വരുന്നത്, നമ്മൾ ഷാജഹാൻ എന്നുള്ള പേരുള്ള ഒരാൾ മാതാ അമൃതാനന്ദമയുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിൽ പറയുമ്പോഴേക്ക് മുസ്ലിം വർഗീയവാദികളെ കുറിച്ച് ഇസ്ലാമിക ഭീകരരെ കുറിച്ച് പറയുന്നതിന്റെ പരിഹാസ്യതയെ കുറിച്ച് ഞാൻ ഓർത്തു പോവാണ്. ഞാൻ ഇവരെ ആരെയും ന്യായീകരിക്കുന്നവരാണ്. അദ്ദേഹം ഗാന്ധിജിയുടെ മരണം ഉയർത്തുന്നതോ? ആയിരം വർഷങ്ങളായി വാവറിന്റെ മുസ്ലിം പള്ളിയിൽ പോയിട്ട് ശബരിമലയിൽ പോകുന്നവരാ. ഞങ്ങളെ മതേതരത്വം നിങ്ങൾ പഠിപ്പിക്കരുത്. ഈ നാട്ടിൽ മതസൗഹാർദ്ദം ഉണ്ടാകുന്നത് ഈ നാട്ടിലെ ഭൂരിപക്ഷ ജനത ഉള്ളതുകൊണ്ടാ. കോടിക്കണക്കിന് ഹിന്ദുക്കൾ കോടിക്കണക്കിന് രൂപ വാവര് പള്ളിയിൽ ഇട്ടിട്ടാണ് ശബരിമല കയറുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ വെളുത്തച്ഛന്റെ പള്ളി പോയിട്ടാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ മതേതരത്വം നിൽക്കുന്നത്. അല്ലാതെ 60 വർഷം മുമ്പുണ്ടായ ഒരു പാർട്ടിയെ കൊണ്ടോ 700 വർഷം മുമ്പുണ്ടായ ചില ആൾക്കാരെ കൊണ്ടോ അല്ല. ഈ നാട്ടിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞാനും, മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്നവരാണ്.